ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ എൻ്റെ ഒരു സ്കിൻ ടോൺ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ₹1 പോലും മുടക്കാണ്ട് നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാം, എങ്ങനെ സ്കിന്നിന് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ ഐസ് ഉണ്ടെങ്കിൽ ഐസ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക മുഖം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ സ്കിന്ന് ചിലവരുടെ ഐസ് യൂസ് ചെയ്യുമ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്. സോ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽസ്, അതായത് ഇപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്തിങ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ടവലായിരിക്കരുത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ടവൽ. കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ടവല് മേ ബി ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, പിന്നെ ആൻഡ്രാംസിലൊക്കെ യൂസ് ചെയ്യുന്ന ടവലാണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ സ്കിന്നിൽ നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടവല്, ഫേസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം. വേറെ തന്നെ സെപ്പറേറ്റ് ടവലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ബോഡിക്കൊക്കെ യൂസ് ചെയ്യുന്ന ടവലല്ലാണ്ട് സെപ്പറേറ്റ് ടവൽ എടുത്തിട്ട് നമ്മൾ ഫേസിന് മാത്രം യൂസ് ചെയ്തു. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ തന്നെ യൂസ് ചെയ്തു. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഒരു തിങ് ആണ് ഉറക്കം എന്നുള്ളത്. അതായത് നമ്മൾ മസ്റ്റായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ഫേസ് ഡള്ളാവാൻ തുടങ്ങും. പിന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പം നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആകും. നോർമലി ഇപ്പോൾ ഉള്ള എല്ലാവരും ഉറങ്ങുന്നത് ഒരു 12 മണി, 1 മണി, 2 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് ഉറങ്ങാൻ നോക്കുക. ഉറങ്ങിയിട്ട് ഒരു ബെറ്റർ സ്ലീപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ കഴിയുന്നതും നേരത്തെ ഉറങ്ങും. പിന്നീട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ. അത് നമ്മുടെ ഫേസിന് മാത്രമല്ല ബോഡിക്കും നല്ലപോലെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക. അതായത് ഒരു ദിവസം 1-2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഫേസിലും എല്ലാ ഡാർക്ക് സ്പോട്ടും പിമ്പിൾസും ഒക്കെ വന്ന് പറഞ്ഞ് ആകെ നമ്മുടെ ഫേസ് ആകെ പോകും. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അത് നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷുഗർ. അതായത് നമുക്കറിയാം, നമ്മൾ എന്ത് കഴിച്ചാലും അല്ലെങ്കിൽ ചായ ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എന്ത് കുടിച്ചാലും അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും അതിലൊരു ഷുഗർ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗർ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ആർക്കും കൊണ്ട് പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ ഷുഗർ അളവ് കട്ട് ചെയ്യാൻ പറ്റില്ല, തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചാൽ തന്നെ ഏകദേശം നമ്മുടെ മുഖമൊക്കെ ഒന്ന് സെറ്റ് ആകും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. അതായത് നമ്മൾ മാക്സിമം വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ വൈറ്റമിൻസ് കൂടുതലുള്ള ഫുഡ് കഴിക്കുക, പിന്നെ ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം കംപ്ലീറ്റ്ലി കളയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെയായാലും നമുക്ക് കുറച്ച് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചിട്ട് ചേഞ്ച് വരുന്നുണ്ടോ നോക്കുക. ചേഞ്ച് എന്തായാലും വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺട്രോൾ വന്നാൽ തന്നെ നമുക്ക് ഏകദേശം സ്കിന്നും കാര്യങ്ങളൊക്കെ റെഡി ആവും. അടുത്തായിട്ടുള്ള മെയിൻ തിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവേഴ്സ്. അതായത് പലപ്പോഴും നമ്മൾ വർഷങ്ങളോളം ഒരു പില്ലോ കവർ മാത്രം യൂസ് ചെയ്യുന്നവരാണ്. അതായത് ആ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പില്ലോ കവേഴ്സ് മാറ്റുക, അല്ലെങ്കിൽ മാസത്തിലെങ്കിലും പില്ലോ കവർ ഒന്ന് മാറ്റി കഴുകി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിൽ തലവെച്ച് കിടക്കുമ്പോൾ അത് മുഷിഞ്ഞൊരു സാധനമാണെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിനെ അത് എഫക്റ്റ് ചെയ്യും. കാരണം പിമ്പിൾസും പല കാര്യങ്ങളും അലർജി വരെ നമുക്കത് വരാൻ ഇടയാകും. അപ്പോൾ നമ്മൾ പില്ലോ കവേഴ്സ് ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുക, കഴുകിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ കവേഴ്സ് പില്ലോ കിട്ടും. അപ്പോൾ അത് മേടിച്ച് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ മുഖം അരിഞ്ഞെരിഞ്ഞ് ഒക്കെ ഡാമേജ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന ഓയിൽസ്. അതായത് നമ്മളെല്ലാവരും തലയിൽ ചിലപ്പോൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ തലയിൽ നിന്ന് നെറ്റിയിലേക്കോ മുഖത്തിലേക്കോ ഇറങ്ങാണ്ട് നമ്മൾ
നോക്കുക. അടുത്ത ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്സ്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇപ്പോൾ വർക്കിലാണെങ്കിലോ സ്റ്റഡിയിലാണെങ്കിലോ നമ്മൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്ട്രെസ്സ് നല്ലപോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അത് നമ്മുടെ മുഖത്തിനും അതേപോലെ ഹെയർ ലോസ് ആവാനും അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാക്സിമം നമ്മൾ വർക്കാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും മാക്സിമം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും കുറയ്ക്കാനുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ വർക്കാണെങ്കിൽ ഓവർ സ്ട്രെസ് എടുത്ത് ചെയ്യാണ്ടിരിക്കുക. അത് നമ്മുടെ ഫേസിനും അഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ബോഡിക്കും അഫക്റ്റ് ചെയ്യും, എല്ലാത്തിനും അഫക്റ്റ് ചെയ്യും. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവും, എനിക്കും അതൊരു യൂസ്ഫുൾ ആവും. അപ്പോൾ ഗൈസ്, കീപ് സപ്പോർട്ടിങ്, ഡു സബ്സ്ക്രൈബ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. സോ ഗൈസ്, ബൈ ബൈ.